ഷോയാനും ഹോമിങ്ങും ആ ഒരു ഗെയിമൊക്കെ കഴിഞ്ഞ് ആ ഒരു റഷ്യൻ കപ്പിൾസിന്റെ അടുത്തേക്ക് പോവാണ്. പക്ഷെ അവരങ്ങനെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നതും എടുക്കുന്നതും ഒക്കെ തന്നെ ഈ സ്റ്റീവ് നോക്കിക്കൊണ്ട് നിൽക്കാണ്. ഇയാള് ഹോമിങ്ങിന്റെ പിന്നാലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇയാളുടെ ബോസ് ആയിട്ടുള്ള ചെന്നിനെ വിളിച്ചിട്ട് ഞാൻ അവരെ കണ്ടു സർ, ഹോമിങ് ആ ഒരു റഷ്യന്റെ കൂടെ തന്നെയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ അയാള് എന്ത് വില കൊടുത്തിട്ടായാലും ഹോമിങ് റഷ്യന്റെ കണ്ണില് നല്ലൊരു വ്യക്തി ആവരുത്, അവർ തമ്മിൽ ബിസിനസ് ചെയ്യരുത് എന്ന് പറയാണ്. അതായത് അവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടായി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോമിങ്ങിന് നല്ലൊരു പേരായിരിക്കുമല്ലോ ബോർഡ് മെമ്പേഴ്സിന്റെ ഇടയിലൊക്കെ. സോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഷോയാനും ഹോമിങ്ങും വളരെ സ്നേഹത്തിൽ ഇവരുടെ മുന്നിൽ പെരുമാറുമ്പോൾ ഈ ഒരു റഷ്യന്റെ വൈഫ് നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ പ്രേമിച്ചിടുന്ന കാലം എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ലവ് സ്റ്റോറി പറയുന്നു. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് റഷ്യയിലേക്ക് പോയത്, പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്ക് പരിചയമുള്ള ആരുമില്ല, ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല, ആകെ ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. ആ സമയത്താണ് ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോറിൽ ഇദ്ദേഹം വന്നിട്ട് എന്നെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് അതും ചൈനീസിൽ എന്നോട് സംസാരിച്ചു. അത് കറക്റ്റ് ആയിട്ട് ശരിയൊന്നും അല്ലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ ഇദ്ദേഹം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണുള്ളത് എന്ന് പറഞ്ഞ് അവരുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. അവരുടെ ആ ഒരു സ്റ്റോറിയും മാത്രമല്ല അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബോണ്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഷോയാന് കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. കാരണം ഇവളും ഇതുപോലത്തെ ഒരു ലൈഫ് ആണല്ലോ ഹോമിങ്ങിന്റെ അടുത്ത് നിന്ന് ആഗ്രഹിച്ചതൊക്കെ. അതിനുശേഷം ഇവരിപ്പോ തിരിച്ചു റൂമിൽ എത്തിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഹാമിങ് ആണെങ്കിൽ കുറച്ച് ശോകത്തിൽ പുറത്തു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഷോയാനം ഇവന്റെ അടുത്തേക്ക് വന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് പുള്ളിയെ നേരിട്ട് സമീപിച്ചില്ല? നിങ്ങളുടെ കമ്പനി വഴി അത് ഈസി ആയിട്ട് സാധിക്കുമായിരുന്നല്ലോ, പിന്നെന്തിനാ എന്റെ ഹെൽപ്പ് വഴി ഇങ്ങനെ അദ്ദേഹത്തിന് മുന്നിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തത്? കമ്പനിയിൽ നിങ്ങൾ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് സത്യം പറയുകയാണെങ്കിൽ എന്റെ അച്ഛൻ പോലും കമ്പനിയിൽ എന്നെ വിശ്വസിക്കുന്നില്ല, എന്നെ വിശ്വസിച്ച് കമ്പനി കാര്യങ്ങൾ ഏൽപ്പിക്കുന്നില്ല. എന്നെ പറ്റി എത്രത്തോളം മോശമായിട്ട് ചിത്രീകരിക്കാമോ അത്രത്തോളം മോശമായിട്ടാണ് ബോർഡ് മെമ്പേഴ്സിന്റെ കണ്ണിൽ ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ ബോർഡ് മെമ്പർ ആവാനായിട്ട് മത്സരിച്ചിരുന്നു, പക്ഷേ എന്റെ അച്ഛൻ പോലും എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്തില്ല, ഞാൻ തോറ്റു. അതുകൊണ്ട് തന്നെ കമ്പനി വഴിയാണ് പുള്ളിയെ സമീപിക്കുന്നതെങ്കിൽ എനിക്കൊരിക്കലും അതിന്റെ ക്രെഡിറ്റ് കിട്ടില്ല. ഇതിപ്പോ എന്റെ കഴിവ് കൊണ്ട് നേടിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അച്ഛൻ പോലും എന്റെ കഴിവിലോ തീരുമാനത്തിലോ ഒന്നും തന്നെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ കഴിവുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് നേടിയെടുത്ത് ബോർഡ് മെമ്പർ ആവണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇവള് അതെന്താ നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് അച്ഛൻ എന്നെ റിജക്ട് ചെയ്യുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഹോഷനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് മുതൽ എന്റെ അച്ഛൻ എന്നെ പിന്നീട് ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല, എന്റെ ഒരു തീരുമാനവും അംഗീകരിച്ചിട്ടില്ല. അന്ന് തൊട്ട് അദ്ദേഹത്തിന് എന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഇവള് ഹോഷൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. ഹോമിങ്ങും അവന് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോ നല്ല കുട്ടിയാണ്, പഴയതുപോലുള്ള കുരുത്തക്കേടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ഷുയൻ ആണെങ്കിൽ ഇവനോട് ഹോച്ചന്റെ യഥാർത്ഥ അമ്മയെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഹോമിങ് ആദ്യം കുറച്ച് സമയത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല, പിന്നീട് ഇവളോട് ആ ഒരു കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. ഞാൻ അവളുമായിട്ട് ബ്രേക്കപ്പ് ആയി 2 മാസങ്ങൾക്ക് ശേഷമാണ് അവളെ പ്രഗ്നന്റ് ആണ് എന്ന കാര്യം ഞാൻ അറിയുന്നത് എന്ന് പറഞ്ഞ് ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ആക്ച്വലി ഹാമിങ്ങും ആ ഒരു ഫാങ്ങിന്റെ ചേച്ചിയും ബ്രേക്കപ്പ് ആയവരാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസമാണ് ആ ഒരു പെൺകുട്ടി മഴയൊക്കെ നനഞ്ഞ് ഹോമിങ് താമസിക്കുന്നിടത്തേക്ക് വന്നിട്ട് ഇവള് പ്രഗ്നന്റ് ആണ് എന്ന കാര്യം പറയുന്നത്. അത് കേട്ട് ഹോമിങ് നന്നായിട്ട് തന്നെ ഷോക്ക് ആവുന്നു. അതെങ്ങനെ ശരിയാവും, നമ്മൾ ബ്രേക്കപ്പ് ആയിട്ട് 2 മാസത്തോളം ആയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അതെ, പക്ഷേ ഇത് നിന്റെ കുട്ടി തന്നെയാണ്, ഞാൻ നിന്നോട് മാത്രമാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്, നീ ടെൻഷനൊന്നും ആവണ്ട, ഇത് നിന്റെ തലയിൽ ഞാൻ ആക്കില്ല. ഞാൻ എന്തായാലും കുറച്ച് നാളത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം ഒരു അകന്ന ആന്റിയുടെ അടുത്തേക്ക്. ഇതെങ്ങാനും എന്റെ അച്ഛൻ അറിഞ്ഞാൽ എന്റെ കാര്യം പോകാം, അതുകൊണ്ട് ഞാൻ തന്നെ കുട്ടിയെ നോക്കിക്കോളാം, അതോർത്ത് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് അന്ന് പോയിരുന്നത്. കുട്ടി ജനിച്ചിട്ടും അവൾ തന്നെയാണ് ഹോഷനെ നോക്കിയത്. പക്ഷെ ആ ഒരു സമയത്താണ് ഫാങ്ങിന്റെ ചേച്ചി അവളുടെ ജോലിക്കിടയിൽ മുങ്ങി മരിക്കുന്നത്. അതിനുശേഷം ഇവൻ ലണ്ടനിൽ വെച്ച് തന്നെ കുട്ടിയുടെ DNA ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കൺഫേം ആക്കിയിരുന്നു അത് ഇവന്റെ കുട്ടി തന്നെയാണ് എന്ന്. സോ പിന്നീടാണ് ഹോഷനെ ഇവൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത്. അതല്ലാതെ ഹോമിങ്ങിന്റെ മുന്നിൽ മറ്റൊരു മാർഗം ഇല്ലായിരുന്നു. സോ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ആദ്യം ഭയങ്കര സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് ആ ഒരു കുട്ടിയെ ഇവന്റെ പാരന്റ്സ് അവരുടെ കുട്ടിയായിട്ട് വളർത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങൾ എല്ലാം തന്നെ ഇവളോട് ഷെയർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവന്റെ അച്ഛൻ പിന്നീട് ഇവനെ വിശ്വസിക്കാത്തത് എന്ന് പറഞ്ഞ് ഷോകാവുമ്പോൾ ഷോയാൻ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ അവരെ വിശ്വസിക്കണം. കാരണം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര വളർന്നാലും പാരന്റ്സിന്റെ മുന്നിൽ നമ്മൾ എപ്പോഴും കൊച്ചുകുട്ടികൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ തെറ്റുകൾ എപ്പോഴും അവർ തിരുത്തിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളൊരു അറിയപ്പെടുന്ന ഫാമിലിയിലെ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ എല്ലാ കണ്ണുകളും നിങ്ങൾക്ക് മുകളിലായിരിക്കും. സോ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് കണ്ടുപിടിക്കാനായിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത്, വലിച്ചു താഴെ ഇടാനായിട്ട്. സോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ നിങ്ങളുടെ അച്ഛൻ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അച്ഛന് നിങ്ങളെ അവിശ്വസിച്ചിട്ട് ഒരു കാര്യവും നേടാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അച്ഛൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇവനും ഇവളോട് ഇവളെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് അല്ല നീ ഇതൊക്കെ എന്തിനാ എന്നോട് പറഞ്ഞിരുന്നത്, എന്നെ കംഫർട്ട് ആക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇരുന്നാല് റഷ്യനായിട്ടുള്ള പ്രോജക്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, എനിക്ക് എന്റെ പൈസ എങ്ങനെ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത് എന്ന് പറയുന്നു. പക്ഷേ ശരിക്കും ഇവനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചത്. അതിനുശേഷം ഇവള് ഉറങ്ങാനായിട്ട് ബെഡിൽ വന്ന് കിടക്കുന്നു. അതുപോലെ ഹോമിങ് സോഫയിലും. ആ ഒരു സമയത്ത് ഇവളോട് അല്ല ശരിക്കും നിന്റെ കമ്പനിയിൽ ആരാ ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ച് കുറച്ച് ആളുകളുടെ ലിസ്റ്റ് തന്നെ പറയാണ്. ഇന്ന ആളാണോ എന്ന് ചോദിച്ചിട്ട്, അതായത് ഇവന്റെ അമ്മയുടെ കുറെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആന്റിമാര് ഉണ്ടല്ലോ, സോ അവരൊക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷോയനാണെങ്കിൽ നിങ്ങൾ പാതിരാത്രി കിടന്ന് ഉറങ്ങാൻ നോക്ക്,
ചോദിക്കാൻ പറ്റിയ ചോദ്യം. ഞാൻ അതിന് മറുപടി തരാൻ വേണ്ടി ഞാനിപ്പോ നിങ്ങളുടെ വൈഫൊന്നും അല്ല എന്ന് പറഞ്ഞ് അവനോട് ഇവളത് പറയുന്നില്ല. അതിനുശേഷം ഈ സ്റ്റീവ് ആണെങ്കിൽ ഷോയാനും ഹോമിങ്ങും ഇപ്പോ ഡിവോഴ്സിന്റെ കൂളിംഗ് പീരീഡിലാണ് എന്ന കാര്യം കൺഫേം ആയി അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് മുതൽ അവരെ മോണിറ്റർ ചെയ്യാനായിട്ട് അവരുടെ റൂമിലുള്ള നീക്കങ്ങൾ അറിയാൻ വേണ്ടി പുറത്ത് ഒരു മരത്തിൽ കയറി ഇരുന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ സൂം ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ ആ സമയം വഴക്കുണ്ടാക്കുന്ന ടൈം കൂടി ആയിരുന്നു. പക്ഷെ അപ്പോഴാണെങ്കിൽ ഇയാൾ നിൽക്കുന്ന മരത്തിന് താഴെയായിട്ട് പ്രാണികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരാൾ മരുന്നും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അടിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റീവ് ആ ഒരു മരുന്നിന്റെ ഇത് ശ്വസിച്ചിട്ട് ഇയാൾ പെട്ടെന്ന് തന്നെ ബോധം കിട്ട് ആ ഒരു മരത്തീന്ന് താഴേക്ക് വീഴുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ റഷ്യൻ കപ്പിൾസും അതുപോലെ തന്നെ ഹോമിങ്ങും ഷോയാനും ഒക്കെ ആയിട്ട് ഇവരുടെ ഹോട്ടലിന് അടുത്തുള്ള ഒരു ഫെസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷോയാനും ആ ഒരു ഫെസ്റ്റിലുള്ള ട്രഡീഷണൽ സംഭവങ്ങളൊക്കെ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ലീഡിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇവരെല്ലാം തന്നെ നല്ല ഒരു ഫൺ ആയിട്ടുള്ള മൊമെന്റ്സിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ അപ്പോഴേക്കും ഇവരുടെ റൂമിലോട്ട് സ്റ്റീവ് ആണെങ്കിൽ വീൽ ചെയറിൽ എത്തിയിരിക്കുകയാണ്. മരത്തേന്ന് വീണ് കാലൊക്കെ ഒടിഞ്ഞു എങ്കിലും റെസ്റ്റ് എടുക്കുന്നില്ല. നേരെ ഇവരുടെ റൂമിലേക്കാണ് വരുന്നത്. അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ ഹോമിങ്ങിന്റെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ആ ഒരു തക്ക നോക്കി ഇയാൾ ആ ഒരു റൂമിൽ അത് അടയുന്നതിന് മുന്നേ കയറി ചെല്ലാനായിട്ട് വളരെ സ്പീഡിൽ ചെല്ലുന്നു. പക്ഷെ ഇയാൾക്ക് അകത്ത് കിടക്കാനായില്ല. പകരം നല്ലത് വീണ്ടും മോന്തയ്ക്ക് കിട്ടാണ്. അപ്പോൾ ഇവിടെ ഷോയാനാണെങ്കിൽ ഇവർക്ക് ട്രഡീഷണൽ രീതിയിലുള്ള മേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഒരു ഐബ്രോയുടെ കാര്യം വരുമ്പോൾ ഇതിനെന്താ പ്രത്യേകത എന്ന് ഇദ്ദേഹത്തിന്റെ വൈഫ് ചോദിക്കുന്ന സമയത്ത് ഹോമിങ് ഒരു രാജാവിന്റെ പേര് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ വൈഫിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഐബ്രോ പെൻസിലാണിത്. അദ്ദേഹത്തിന്റെ വൈഫിനോടുള്ള അഫെക്ഷനും കരുതലും ഒക്കെ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഐബ്രോയാണിത്. അത് അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ വൈഫിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റം ആണ്. ഇതിപ്പോ ഞാൻ എന്റെ വൈഫിൽ തന്നെ വരച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇവളെ പിടിച്ചിരുത്തി ഇവളുടെ പുരികം വരച്ചു കൊടുക്കാനായിട്ട് തുടങ്ങാണ്. ഹോമിങ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവൾക്ക് ഇവൻ അഭിനയിക്കാണോ അതോ ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവർ രണ്ടുപേരും അത് നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം ഈ റഷ്യനോട് വൈഫിന്റെ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കാൻ പറയുന്നു. പക്ഷെ അദ്ദേഹമാണെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാനത് കോളാക്കും എന്ന് പറഞ്ഞ് ഷോയാനെ തന്നെ അത് ഏൽപ്പിക്കാണ്. സോ ഷോയാൻ ഇവർക്ക് അത് ഫിൽ ചെയ്ത് കൊടുക്കുന്നു. മറ്റൊരു രണ്ടുപേരും ചായയൊക്കെ കുടിച്ച് അപ്പുറത്തോട്ട് മാറി ഇരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വൈഫ് ഇവളോട് അല്ല ഷോയാൻ നിനക്ക് എങ്ങനെ എല്ലാത്തിനെ പറ്റിയും ഇത്രയും അറിവുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നോ എന്ന് പറയുന്നു. അപ്പോൾ ഇവരും ജേർണലിസ്റ്റ് ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അതെ, പക്ഷെ ഇപ്പൊ അല്ല, ഇപ്പോ ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഇവരുടെ ആ ഒരു പേജും കാര്യങ്ങളും ഒക്കെ തന്നെ കാണിച്ചു കൊടുത്ത് ഇവരുടെ ബ്രാൻഡിന്റെ ഡ്രസ്സ് തന്നെയാണ് താനും ഇട്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കും തന്റെ ബ്രാൻഡിന്റെ ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് തരാം എന്ന് പറയുന്നു. അപ്പോൾ ഇവര് ഹോമിങ്ങിനെ കുറിച്ചും ഇവളോട് ചോദിക്കാണ്. പുള്ളിക്കാരന് എന്താണ് ജോലി, എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നു. അത് കേട്ട് റഷ്യന്റെ വൈഫ് റിയൽ എസ്റ്റേറ്റോ, എന്റെ ഹസ്ബൻഡിനും ഇതേ ബിസിനസ് ആണല്ലോ, നമ്മൾ കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, അല്ല പുള്ളി അതിനെപ്പറ്റി ഒന്നും സംസാരിച്ച് കേട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് നമ്മളിപ്പോ വെക്കേഷൻ അല്ലേ വന്നിരിക്കുന്നത്, ഞാൻ പുള്ളിക്കാരനോട് മുന്നേ തന്നെ പറഞ്ഞതാ ബിസിനസ് കാര്യങ്ങളൊന്നും തന്നെ ഈ സമയം സംസാരിക്കരുതെന്ന് എന്ന് പറയുമ്പോൾ ഇവരും അതെ അത് ശരിയാണ്, ഒരുമിച്ച് സമയം ചെലവിടാനായിട്ട് നമുക്കൊക്കെ കിട്ടുന്നത് വളരെ ചെറിയ നിമിഷങ്ങളാണ്, അതിനിടയിലോട്ട് ബിസിനസ് കാര്യങ്ങളെ കൊണ്ടുവരുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്നു. സത്യത്തില് ഇവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. എന്നിട്ട് ഇവളാണെങ്കിൽ നൈസിന് ഇവരോട് ആ ഒരു കാര്യം അവതരിപ്പിച്ചത് ഹോമിങ്ങിനെ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ സ്റ്റീവ് ആണെങ്കിൽ വിടുന്നില്ല. വീണ്ടും ഇവരുടെ റൂമിലേക്ക് എങ്ങനെയൊക്കെയോ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഫുള്ള് പരിശോധിക്കുന്നു. അവർ രണ്ടുപേരും ഒരു അടുപ്പവും ഇല്ലാത്ത രീതിയിലാണ് അവരുടെ ഡ്രസ്സും മേക്കപ്പ് ഐറ്റംസ് ആയാലും സ്കിൻ കെയർ ഐറ്റംസ് ആയാലും എല്ലാം, അതുപോലെ തന്നെ ഹോമിങ് കിടക്കുന്നതും സോഫയിലൊക്കെ തന്നെയാണല്ലോ. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ അവിടെ കയറി മനസ്സിലാക്കുകയാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് ഷോയാനും ഹോമിങ്ങും കൂടി ഇവരുടെ റൂമിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ പിടിക്കപ്പെടാതിരിക്കാനായിട്ട് അവിടുത്തെ വാർഡ്രോബിൽ കയറി ഒളിക്കുന്നു. ഇവരും റൂമിൽ വന്നിട്ട് ഷോയാൻ ഹോമിങ്ങിനോട് ഈ സമയം എന്തായാലും റഷ്യന്റെ വൈഫ് പുള്ളിക്കാരനോട് നിങ്ങളുടെ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഹോമിങ്ങും അതെന്തായാലും നന്നായി, അവര് നാളെ രാവിലെ പോവാണ് എന്ന് പറയുമ്പോൾ ഇവള് എന്തായാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ നല്ല രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ധൃതിയൊന്നും കാണിക്കണ്ട, പെട്ടെന്ന് ബിസിനസ് കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കണ്ട, അവരവരുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞു പോട്ടെ, അതിനുശേഷം നമുക്ക് സമയം എടുത്ത് സംസാരിച്ചാൽ മതി, ഇപ്പൊ ഈ കാര്യത്തിൽ ധൃതിപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ഹോമിങ്ങും ഓക്കെ പറയാണ്. പക്ഷെ ആ ഒരു സമയത്ത് കള്ളൻ ഒളിച്ചേക്കുന്ന ആ ഒരു ഷെൽഫിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് പുറത്ത് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അകത്ത് ആരോ ഉണ്ട് എന്ന കാര്യം കൺഫേം ആവുന്നു. സോ ഇവര് നോർമൽ കപ്പിൾ എന്ന രീതിയിലാണ് പിന്നീട് സംസാരിക്കുന്നത്. എന്നിട്ട് ഹോമിങ് ആണെങ്കിൽ നൈസിന് പോയിട്ട് ആ ഒരു ഷെൽഫ് തുറന്ന് നിനക്ക് തണുക്കുന്നുണ്ടല്ലേ ഷോയാൻ എന്ന് ചോദിച്ചിട്ട് ഒരു ബ്ലാങ്കറ്റ് പുറത്തെടുക്കുന്നു. ആ ഒരു സമയത്ത് കള്ളനെ ഹോമിങ്ങെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനിട്ട് നല്ലത് കൊടുക്കുന്ന രീതിയിലാണ് ഡോറ് വലിച്ചടയ്ക്കുന്നത്. അതിനുശേഷം അവര് രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഇയാളും അടുത്ത കാലം പഞ്ചറാക്കിയിട്ട് എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷം ഇവര് പുറത്തു വന്നിട്ട് ഷോയാൻ ഇവനോട് അയാൾ എന്താ നിങ്ങൾ പിടിക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് അതെന്തായാലും ഒരു കോർപ്പറേറ്റ് സ്പൈ ആയിരിക്കും, നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനായിട്ട് വന്നത്, എന്തായാലും നമ്മുടെ പുറകില് ഒരാളുണ്ടെന്ന് മനസ്സിലാക്കിക്കോ, ഇവനെ ഇപ്പൊ പിടികൂടി കഴിഞ്ഞാൽ എന്തായാലും മറ്റൊരു സ്പൈ എത്തും, സോ നമ്മൾ ഒന്നും കണ്ടില്ലെന്ന് വിചാരിക്കുന്നതാണ് ഇപ്പൊ നല്ലത്,
പക്ഷെ അവനെ പിടികൂടാൻ നല്ല എളുപ്പമാണ്, കാരണം അവൻ ഫുള്ള് പഞ്ചറായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഹോമിങ് ഷോയാനോട് പറയുന്നു. എന്നിട്ട് ഇവരാണെങ്കിൽ ഈ ഒരു റഷ്യൻ കപ്പിൾസിന്റെ അടുത്തേക്ക് വന്നിട്ട് ഷോയാൻ ഇവളുടെ ബ്രാൻഡിന്റെ ഒരു ഡ്രസ്സ് ഇവർക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവരാണെങ്കിൽ ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നാൽ ആ ഒരു സമയത്ത് കറക്റ്റ് ഈ ഒരു സ്റ്റീവ് ആണെങ്കിൽ കുറെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ റഷ്യനെ കാണാനായിട്ട് വരുന്നു. അപ്പോ ഇവർക്ക് രണ്ടുപേർക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു സ്പൈ മറ്റാരും അല്ല ഇയാളാണ് എന്ന കാര്യം. ഇയാളും അവിടെ ഹോമിങ്ങിനെ കണ്ട് സർ നിങ്ങളോ, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച് അവർ പരിചയപ്പെടുന്നു. അപ്പൊ റഷ്യൻ അല്ല നിങ്ങൾക്ക് തമ്മിൽ എങ്ങനെ പരിചയം എന്ന് ചോദിക്കുമ്പോൾ സ്റ്റീവ് അല്ല മിസ്റ്റർ ഹോമിങ്ങിനെ ആർക്കും അറിഞ്ഞാത്തത്, നിങ്ങൾക്ക് അറിയില്ലേ, പുള്ളിക്കാരൻ പരിചയപ്പെടുത്തി തന്നില്ലേ, ഇത് ചിന്താ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് ആണ് എന്ന് പറയുമ്പോൾ റഷ്യനും എന്റെ വൈഫ് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമ്മൾ ഒരേ ഫീൽഡിലുള്ളവരാണല്ലേ എന്ന് പറഞ്ഞ് ഇവര് ഫോർമലി എന്തായാലും പരിചയപ്പെടുകയാണ്. അപ്പൊ സ്റ്റീവ് ആണെങ്കിൽ വെറുതെ ഇരിക്കുന്നില്ല, നിങ്ങളെ രണ്ടുപേരും ഇവിടെ വെച്ച് കണ്ടതില്ല ഞാൻ വളരെ സർപ്രൈസ് ആയി, അല്ല നിങ്ങൾ ഡിവോഴ്സ് ആവാൻ പോവല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അത് കേട്ട് ഇവര് ഷോക്ക് ആവുന്നു. ഡിവോഴ്സോ എന്ന് ചോദിക്കുമ്പോ ഹോമിങ് അതൊക്കെ റൂമേഴ്സ് ആണ്, ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലാത്തതിലൊന്നും ഒരു സത്യമല്ല എന്ന് പറയുമ്പോ ഇയാള് പിന്നെന്തിനാ മാഡം ജോലി ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോ ഷോയാൻ തന്നെ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോലി ഉപേക്ഷിച്ചത്, ഞാൻ എന്റെ സ്റ്റുഡിയോയുടെ ലേറ്റസ്റ്റ് കളക്ഷൻ ഇവർക്കും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇവരും അതെ അതെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗിഫ്റ്റ് എടുത്ത് കാണിക്കുന്നു. എന്നിട്ട് ഇവരാണെങ്കിൽ ആ ഒരു വിഷയം മാറ്റുന്ന രീതിയിൽ ഇദ്ദേഹത്തിനോടും ഷർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ബ്രാൻഡിന്റെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വിഷയം മാറ്റുമ്പോൾ ഇയാളാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഡിവോഴ്സ് ആവാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്താ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ റൂമിൽ കയറി ഇയാളെടുത്ത ഫോട്ടോസ് എല്ലാം തന്നെ കാണിക്കാണ്. ഇയാള് റൂമിൽ കയറിയിട്ട് അവര് രണ്ടുപേരും സെപ്പറേറ്റ് ആണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പൊ കാണിക്കുന്നത്. അത് കാണിക്കുമ്പോൾ റഷ്യനും ഹോമിങ്ങിനോടും ഷുയനോടും ഇതൊക്കെ എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോ ഹാമിങ് ആണെങ്കിൽ നമ്മള് ഇന്നലെ ഒരു ഗെയിമിലൊക്കെ പങ്കെടുത്തിരുന്നില്ല, പക്ഷെ അതില് ഇന്നലെ ഞങ്ങളുടെ കെമിസ്ട്രി തീരെ പോരാന്ന് പറഞ്ഞ് ഇവൾ എന്റെ അടുത്ത് പിണങ്ങിയതാണ്, അതുകൊണ്ട് എന്നെ ഇവള് ബെഡിൽ പോലും കിടത്താതിരുന്നത്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഷുയാൻ ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ടെന്ന് എന്ന് പറയുമ്പോ ഈ റഷ്യന് ദേഷ്യം വരെയാണ് ഈ ഒരു സ്റ്റീവ് ഇതൊക്കെ കാണിക്കുന്നത് കണ്ട്. അപ്പൊ ഇവരും വിട്ടുകൊടുക്കുന്നില്ല, അല്ല നിങ്ങൾക്ക് ഇതൊക്കെ എവിടെ നിന്നാ കിട്ടിയത്, നിങ്ങള് ഞങ്ങളുടെ റൂമിൽ അതിക്രമിച്ച് കയറിയല്ലേ എന്ന് ചോദിക്കുമ്പോ ഇയാള് അതവിടെ നിൽക്കട്ടെ, നിങ്ങള് ഇന്നലെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നും അങ്ങനെ ആണോന്ന് ഞങ്ങൾക്കും കൂടെ ഒന്ന് അറിയണ്ടേ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ റൂം ഞങ്ങളും കൂടെ കാണാൻ ഒന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാണ്. അതുകൊണ്ട് തന്നെ ഹോമിങ്ങും ഷുയാനും ഇവരെ എല്ലാവരെയും കൂട്ടി അവരുടെ ആ ഒരു റൂമിലേക്ക് വരികയാണ്. പക്ഷെ അത് കണ്ട് സ്റ്റീവ് നന്നായിട്ട് തന്നെ ഷോക്കാവുന്നു, കാരണം ഇയാള് മുന്നേ വന്ന് കണ്ടിട്ട് ഇറങ്ങിപ്പോയ റൂമേ ആയിരുന്നില്ല ഇത്, കാരണം ആ ഒരു സ്പൈ പുറകെ ഉണ്ട് എന്നറിഞ്ഞ ശേഷം ഹോമിങ്ങും ഷുയാനും ഫുള്ള് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിരുന്നു. അവരുടെ ഒരു കിടിലൻ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഹോമിങ് ഷുയാനു വേണ്ടി എന്ന രീതിയിൽ ഒരുക്കിയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോമിങ് ഞാനിത് എന്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, പക്ഷെ ഇത് ഇങ്ങനെ കൊള്ളാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോ ഇവർക്കും അത് ഭയങ്കര ഫീൽ ആവുകയാണ്. അയ്യോ എന്ത് റൊമാൻറ്റിക് ആയിട്ടാ ഇതൊക്കെ ചെയ്തത്, ഞങ്ങളും കൂടെ ഇത് കൊളാക്കിയല്ലേ എന്ന് ചോദിച്ച് ഇവരും ഷുയാനോടും അതുപോലെ തന്നെ ഹോമിങ്ങിനോടും ക്ഷമ ചോദിക്കുന്നു, ആ ഒരു സർപ്രൈസ് കൊളാക്കിയതല്ല. പക്ഷെ അപ്പോഴും ഇങ്ങേര് വിടുന്നില്ല, നിങ്ങളുടെ മാജിക് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്, പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് കപ്പിൾസ് ആയിരിക്കും, പക്ഷെ അകത്ത് അങ്ങനെയല്ലോ എന്ന് ചോദിച്ചിട്ട് ഇയാളെ നേരത്തെ മരത്തിൽ കയറി എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കാണ്. അതിൽ ഇവര് വഴക്ക് കൂടുന്ന രീതിയിലാണല്ലോ ഉള്ളത്. പക്ഷെ ഇവര് രണ്ടുപേരും അവിടെയും ഞാൻ യോഗ ചെയ്യായിരുന്നു, ഹോമിങ് ആണെങ്കിൽ ഞാൻ ഫോൺ വിളിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതെല്ലാം കാണിച്ച് ഇയാളെ വെറും പൊട്ടനാക്കാണ്. ഹസ്ബൻഡും വൈഫും തമ്മിൽ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും നടക്കും, അതൊക്കെ നിങ്ങൾ എന്തിനാ കോപ്പി ചെയ്യാൻ നടക്കുന്നത് എന്ന് ചോദിച്ച് ഇയാളെ ഉത്തരം മുട്ടിക്കാണ്. ഞങ്ങളുടെ പിറകെ നടന്ന് ആവശ്യമില്ലാതെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണല്ലേ, ഇത് ഇല്ലീഗലാണ്, ഞങ്ങൾ ഇത് എന്തായാലും പോലീസിനെ അറിയിക്കും എന്ന് പറയുമ്പോൾ ഇയാൾ പേടിച്ച് സോറി ചിലപ്പോ ഇത് എന്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും, എനിക്ക് അത് തെറ്റുപറ്റിയത് എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ശരിക്കും നിങ്ങളെ പകർത്താൻ വേണ്ടിയിട്ടല്ല കയറിയത്, രാവിലെ എണീറ്റപ്പോ ഒരു പ്രത്യേക തരം പക്ഷിയെ ഞാൻ കണ്ടു, അതിന്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മരത്തിൽ കയറിയത്, അപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് എന്ന് പറഞ്ഞ് തടി തപ്പുന്നു. എന്തായാലും ഒരു തവണത്തേക്ക് ഇവര് രണ്ടുപേരും ഇയാളോട് ക്ഷമിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെയും ഹോമിങ്ങും ഷുയാനും ഇവരുടെ കണ്ണില് പെർഫെക്റ്റ് കപ്പിൾസ് ആവാണ്. അതിനുശേഷം ഇയാളാണെങ്കിൽ പുറത്തു വന്ന് ഷുയാനോട് മാഡം എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം, നിങ്ങൾ ഒരു ന്യൂസ് ആങ്കർ അല്ലായിരുന്നോ, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, നിങ്ങളുടെയും ഹോമിങ്ങിന്റെയും ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്, നിങ്ങളുടെ കമ്പനിക്ക് എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അത് ഞാൻ തന്നേക്കാം, പക്ഷെ നിങ്ങൾ ഹോമിങ്ങിന്റെ യഥാർത്ഥ മുഖംമൂടി വലിച്ചു കീറണം, അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ്. ഇനി നിങ്ങൾ നേരെ ചൊവ്വേ അഭിനയിച്ച് റഷ്യനും ഹോമിങ്ങായിട്ട് പ്രോജക്ട് ചെയ്ത് കഴിഞ്ഞാലും ഹോമിങ് നിങ്ങൾക്ക് ഒരു പൈസയും തരാൻ പോകുന്നില്ല, നിങ്ങളെ സ്വീകരിക്കാനും പോകുന്നില്ല എന്ന് പറയുമ്പോഴും ഇവള് സോറി സർ നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അഭിനയിച്ച് നിൽക്കാണ്. പക്ഷെ ഇയാള് അപ്പോഴും എനിക്ക് ധൃതിയൊന്നുമില്ല മാഡം, ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഇവൾക്ക് സമയം കൊടുക്കാണ്. അതിനുശേഷം ഇവര് ഒരുമിച്ച് ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോഴും സ്റ്റീവ് ആണെങ്കിൽ സ്റ്റീവിന്റെ വാലിലോട്ട് എന്തായാലും ഷുയാൻ വീടില്ല എന്ന് മനസ്സിലാക്കി ഇയാള് അവിടെ ഇവരുടെ കള്ളത്തരം പൊളിക്കാനായിട്ട് വീണ്ടും അല്ല നിങ്ങൾ പെർഫെക്റ്റ് കപ്പിൾസ് ആണെന്നല്ലേ പറഞ്ഞത്, അപ്പൊ പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താ മാഡം വെഡിങ് റിംഗ് ഇല്ലാത്തത് എന്ന് ചോദിക്കാണ്. അത് കേട്ട് ഇവര് രണ്ടുപേരും ഒന്ന് സ്റ്റക്ക് ആവുന്നു. ഈ റഷ്യന്റെ വൈഫും
അത് ശരിയാണല്ലോ ഷുയാൻ, എന്റെ കയ്യിൽ നോക്ക്, എന്റെ കയ്യിലുണ്ടല്ലോ, ഇതെനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. വെഡിങ് റിംഗ് എങ്ങനെ ഊരി വെക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഹോമിങ് എല്ലാം എന്റെ മിസ്റ്റേക്ക് ആണ്. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ ഒരിക്കലും സീരിയസ് ആയിട്ട് കാണാത്തൊരു വ്യക്തിയായിരുന്നു. ഒരുപാട് തെറ്റുകൾ ഞാൻ അതുകൊണ്ട് തന്നെ ചെയ്തു പോയിട്ടുണ്ട്. ഷോയാനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവൾ എപ്പോഴും എന്നെയും എന്റെ ജോലിയെയും എന്റെ പാരന്റ്സിനെയും എന്റെ ബ്രദറിനെയും എന്റെ ഫാമിലിയൊക്കെ ഒരു പരാതിയും കൂടാതെയാണ് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവളെ മനസ്സിലാക്കുന്ന കാര്യത്തില് എനിക്കാണ് അബദ്ധം പറ്റിയത്. പക്ഷെ ഇവൾ പിണങ്ങിയപ്പോഴാണ് അറിഞ്ഞത് എന്റെ ലൈഫിൽ ഇവൾ എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന്. ഞാൻ വിചാരിച്ചത് ഇവൾ എന്റെ ലൈഫിൽ നിന്ന് പോയാലും ഒരു കുലുക്കം ഉണ്ടാവില്ലെന്നായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇവരുടെ യഥാർത്ഥ പ്രശ്നം വെച്ചിട്ടാണ് ഹോമിങ് സംസാരിക്കുന്നത്. പക്ഷെ ഷോയാന് അപ്പോഴും ഇവൻ അഭിനയിക്കാണോ സീരിയസ് ആയിട്ടാണോ പറയുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഹോമിങ് ആണെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ ഇവളോട് ക്ഷമ ചോദിക്കാണ്. എനിക്ക് ഒരു ചാൻസ് കൂടെ തന്നൂടെ, എന്നോട് ക്ഷമിച്ചൂടെ എന്ന് ചോദിച്ച് ഇവന്റെ കയ്യിലുള്ള വെഡിങ് റിംഗ് എടുത്തിട്ട്, ഇത് ഞാൻ എപ്പോഴും എന്റെ കൂടെ കൊണ്ട് നടക്കാറുണ്ട്, നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോയി, പക്ഷെ ഇനി ഞാൻ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ല, എനിക്ക് ഒരു ചാൻസ് കൂടെ തരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു ഫീലിങ്സ് അതേപടി ഇവരും ഉൾക്കൊള്ളാണ്. ഷോയാനും എഴുന്നേറ്റ് ഈ സ്റ്റീവ് വിചാരിക്കുന്നത് അപ്പൊ ഹോമിങ്ങിന്റെ മുഖംമൂടി വലിച്ചു കീറും എന്നാണ്. പക്ഷെ ഷോയാൻ ആണെങ്കിൽ ഹോമിങ്ങിനോട് ഞാൻ എന്തായാലും നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു റിംഗ് ഇടാനായിട്ട് കൈ നീട്ടി കൊടുക്കുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇയാൾക്കാണെങ്കിൽ നല്ല ദേഷ്യവരാണ്. ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടും അവരെ തമ്മിൽ അകറ്റാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇയാള് അല്ല റിംഗ് മാത്രം ഇട്ടാല് എങ്ങനെ ശരിയാവും, അത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും, കിസ് കൂടി ചെയ്യാനായിട്ട് പറയാണ്. പക്ഷെ അത് പറയേണ്ട താമസം ഹോമിങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവളെ പിടിച്ച് കിസ് ചെയ്യുന്നു. സോ ഒരു കപ്പിൾസിന്റെ ഇടയിൽ പിണക്കങ്ങളും ഇണക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത് സർവ്വസാധാരണ ആണല്ലോ, അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് അവർക്ക് ഫീൽ ആവുന്നതും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവര് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിറങ്ങിയിട്ട് ഈ റഷ്യനും വൈഫും നാളെ പോവുകയാണല്ലോ, നാളെ രാവിലെയാണ് പോകുന്നത്, തിരിച്ച് ഞങ്ങൾ റഷ്യയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് രാവിലെ കാണാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പിരിയുന്നു. പക്ഷെ അതിനുശേഷം ഇവര് രണ്ടുപേരും ഇയാളെ പിടികൂടിക്കൊണ്ടുപോയിട്ട് നല്ലത് കൊടുക്കാന് നല്ലതുപോലെ പഞ്ഞിക്കിടുന്നു. ഇത്രയും നേരം ഇവരെ രണ്ടുപേരെയും നല്ല രീതിയിൽ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരുന്നതാണല്ലോ. അയാൾ പിന്നെ അവിടെ നിന്ന് കിടന്നാണ് പോകുന്നത്. അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത്. ഇപ്പൊ ഇവര് ഇറങ്ങാനായിട്ട് പോവാണ്. ഈ ഒരു ലേഡി ആണെങ്കിൽ ഷുയാൻ കൊടുത്ത ആ ഒരു ബ്രാൻഡിന്റെ ഡ്രസ്സ് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇവർക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടാണ്. ഈ ഒരു വെക്കേഷൻ ഷുയാനും ഹോമിങ്ങും ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്കും സ്പെഷ്യൽ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ലതുപോലെ ഈ ഒരു വെക്കേഷൻ എൻജോയ് ചെയ്തു, ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സഹകരണത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഹോമിങ്ങും നീയും എന്നും നല്ല രീതിയിൽ തന്നെ ഇരിക്കണം, എന്നും ഒന്നായിട്ടുണ്ടാവണം എന്നൊക്കെ തന്നെ അവര് ഷുയാനോട് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ റഷ്യനും ഹോമിങ്ങിനോട് ഞാൻ നിങ്ങളുടെ ക്ഷമ സമ്മതിച്ചു തന്നിരിക്കുന്നു. വർക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ നിങ്ങൾ ഒരു തവണ പോലും എന്നോട് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ആ കാര്യം സംസാരിക്കായിരുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ച് എന്നോട് പെരുമാറിയാലും ഇടപെട്ടാലും എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഹോമിങ്ങും എന്തായാലും വെക്കേഷനൊക്കെ തീർന്ന സ്ഥിതിക്ക് എന്തായാലും നിങ്ങൾ ജിന്ദ ഗ്രൂപ്പിന്റെ പ്രപ്പോസൽ കൺസിഡർ ചെയ്യണം, ആലോചിക്കണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹവും ഇവരുടെ കമ്പനിയെ കുറിച്ച് താൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൻ എന്തായാലും നിങ്ങളുടെ കമ്പനിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കും, നമുക്ക് പാർട്ട്നേഴ്സ് ആവാം, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, അതിനെ കുറിച്ച് സംസാരിക്കാനൊക്കെ ആയിട്ട് ഞാൻ മറ്റൊരു ദിവസം വരുന്നതായിരിക്കും, നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് അവരവിടെ നിന്ന് യാത്രയാകുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോയതിനു ശേഷം ഇവള് മിസ്റ്റർ ഹോമിങ് ഞാൻ എന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവനും നീ വളരെ നന്നായിട്ട് എന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവളോ ശരി എങ്കിൽ പിന്നെ ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ ഹോമിങ് ഞാൻ തന്നെ നിന്നെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഇവളുടെ കയ്യിൽ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് ഇവള് അവര് പോയി ഇനി ആരെ കാണിക്കാൻ വേണ്ടിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അയ്യോ സോറി അത് ശീലമായി പോയിട്ടാണ് എന്ന് പറയുമ്പോൾ ഷോയാൻ ആ ശീലങ്ങളൊക്കെ ഇനി മാറ്റണം എന്ന് പറഞ്ഞിട്ട് അവര് റൂമൊക്കെ വെക്കേറ്റ് ചെയ്യാനായിട്ട് അകത്തേക്ക് പോകുന്നു. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.